السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ ഉസ്താദ് MT അബൂബക്കർ വാരന്നവറുകൾ, ബഹുമാന്യരായ ഉസ്താദ് അവറുകൾ, സ്റ്റേജിലും സദസ്സിലും സന്നിഹിതരായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഉസ്താദന്മാർ, മുത്തഅല്ലിമീങ്ങൾ, പ്രിയങ്കരായ സഹോദരങ്ങൾ, വളരെ സുദീർഘമായ പഠനാർഹമായ പ്രഭാഷണം നിങ്ങളൊക്കെ ശ്രവിച്ചു. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൊണ്ടോട്ടിയിൽ കുത്തുബുസ്സമാൻ എന്ന പേരും സുൽത്താൻ എന്ന പേരും സ്വീകരിച്ച് ആലുവയിലെ കളരിക്കൽ യൂസുഫ് എന്ന് പറയുന്ന ഒരു പാപം, ഒരു സാധുവായ വിവരമില്ലാത്തൊരു ബിസിനസ്സുകാരൻ പല വിഡ്ഢിത്തരങ്ങളും ഇവിടെ പുലമ്പുകയും ഒരുപാട് സഫാഹത്തും ജഹാലത്തുകളൊക്കെ അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അദ്ദേഹം പറഞ്ഞു, എനിക്ക് 5-6 മശായിഖന്മാരിൽ നിന്ന്, ഷെയ്ഖുമാരിൽ നിന്ന് ഖിലാഫത്ത് കിട്ടി. 5-6 ഷെയ്ഖുമാർ എനിക്ക് ഖിലാഫത്ത് തന്ന് ഞാനിങ്ങനെ കരീക്കുത്തായിട്ട് മുന്നോട്ട് പോകുമ്പോ ഞാൻ ഖുതുബ നിർവഹിച്ച ശേഷം ഇവിടെ ബോംബെയിൽ അവിടെ വെച്ചിട്ട് ഏതൊരു ദർഗയിലുള്ള ഒരു പള്ളിയിൽ എങ്ങാണ്ടോ ഖുതുബ നിർവഹിക്കുമ്പോ അദ്ദേഹത്തിന് പരിചയമില്ലാത്ത 1-2 മുഖം അവിടെ സദസ്സിൽ കണ്ടു. ഖുതുബ കഴിഞ്ഞപ്പോ 2 ആൾ വന്നിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾ കരാർ പുതുക്കിയിട്ടുണ്ടോ യഥാർത്ഥ മുഅ്മിനാകണ്ടേ എന്ന് പറഞ്ഞ് എന്നോട് കരാർ പുതുക്കിയിട്ടുണ്ടോ യഥാർത്ഥ മുഅ്മിനാകണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവരോടൊന്ന് ദേഷ്യപ്പെട്ടു, ചൂടാകുക ചെയ്തത്. കാരണം 5-6 ഷെയ്ഖുമാരുള്ള എനിക്ക്, 5-6 ഷെയ്ഖുമാർ ഖിലാഫത്ത് തന്ന എനിക്ക് പിന്നെ ഇനി കരാർ പുതുക്കണം യഥാർത്ഥ മുഅ്മിനാണെന്നോട് ചോദിക്കുകയോ? അപ്പൊ എനിക്ക് ഓർമ്മ വന്നു, സ്വപ്നത്തിൽ ഈ 2 ആളുകൾ മുമ്പ് വന്നിട്ട് എന്നോട് കരാർ പുതുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 2 ആളുകളാണ് ഇവര് എന്ന്. ഇത് അദ്ദേഹം ഈ കൊണ്ടോട്ടി വന്ന് പ്രസംഗിച്ചതാ. നിങ്ങൾക്ക് സ്നേഹപൂർവ്വം ചോദിക്കാനുള്ളത്, യഥാർത്ഥ മുഅ്മിനാകണമെങ്കിൽ ഈ 2 ആളുകൾ വന്ന് പറഞ്ഞതനുസരിച്ചാലേ പറ്റൂ എങ്കിൽ ഇദ്ദേഹത്തിന് ഖിലാഫത്ത് കൊടുത്ത് ഇദ്ദേഹത്തിന് 5-6 ഷെയ്ഖുമാർ മുഅ്മിനല്ലേ? ഇദ്ദേഹത്തിന് ഖിലാഫത്ത് കൊടുത്ത് ഈ 5-6 ഷെയ്ഖുമാർ ഇപ്പോഴും യഥാർത്ഥ മുഅ്മിനങ്ങളൊന്നും ആയിട്ടില്ല. യഥാർത്ഥ തൗഹീദ് തിരിയാത്ത 5-6 ഷെയ്ഖുമാരാണ് ഇദ്ദേഹത്തിനുള്ളത് എന്നാണ്. പിന്നെ ഞാൻ ആത്യന്തികമായി വളരെ പ്രധാനത്തോടൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഒരുപാട് സാധാരണക്കാർ ഇവിടെയുണ്ട്. എന്താണ് ഷെയ്ഖ്, എന്താണ് മുറബി, എന്താണ് കുത്തുബ്, എന്താണ് അബ്ദാൽ വിശദീകരിച്ച് സംസാരിക്കുമ്പോൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് നിങ്ങൾ. ഇവിടെ അതിനൊന്നും ഒരാവശ്യമില്ല. ഇവിടെ നമുക്ക് ഒരൊറ്റ വിഷയത്തിലെ തർക്കമുള്ളൂ. ഞാൻ പറയുന്നു, ഇനി ഈ പരിപാടിക്ക് എന്തെങ്കിലും ഒരു മറുപടി അവർ വെക്കും, എന്തെങ്കിലുമൊക്കെ വെച്ചു പോകും. ഏറ്റവും അധികം അവർ വിമർശിക്കുന്നതും എതിർക്കുന്നതും തെറി പറയുന്നതും ഈ സാധുവായ എന്നെയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ വിഡ്ഢിത്തരങ്ങളും പൊട്ടത്തരങ്ങളും സഫാഹത്തും ജഹാലത്തും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്തിക്കാൻ അള്ളാഹു എനിക്കൊരു അവസരം തന്നു. ഇവര് സാധാരണക്കാരെ കുടുക്കുവാനും സാധാരണക്കാർ ആശയക്കുഴപ്പത്തിലാക്കുവാനും ഇതുപോലത്തെ സ്റ്റേജുകളിൽ കയറി വന്ന് വലിയ പ്രഭാഷണം നടത്തി കുറെ എന്തൊക്കെയോ ഇബാറത്തുകൾ വായിക്കുമ്പോൾ സാധാരണക്കാർ മനസ്സിലാക്കും ഇവരടുത്ത് എന്തൊക്കെയോ ഉണ്ട് എന്ന്. അങ്ങനെ സാധാരണക്കാരെ വഴിപിഴപ്പിക്കുവാനും തെറ്റിദ്ധരിക്കുവാനും നല്ലൊരു മാർഗമായിട്ടാണ് അവർ ഇത് കണ്ടത്. എന്നാൽ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളും ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് കൂരിയാടുമൊക്കെ മഹാനവറുകളൊക്കെ എന്റെ മുഴുവൻ ഉസ്താദുമാരും ദാറുഹുദായിൽ നിന്ന് ഈ കളരിക്കൽ യൂസുഫിന്റെ തരീഖത്തുമായി ബന്ധമുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും പുറത്താക്കുകയും ഉസ്താദുമാരെ പുറത്താക്കുകയും ചെയ്തത് ഏത് നോക്കിയിട്ടാണെന്നറിയോ? ഈ മനുഷ്യന്റെ വ്യക്തിത്വവും ഇദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും ഇദ്ദേഹത്തിന്റെ നാട്ടിലെ പശ്ചാത്തലവും നോക്കിയിട്ടാണ്. അത് സമൂഹത്തിന്റെ മുമ്പിൽ എത്തുമ്പോൾ സാധാരണക്കാർക്കൊക്കെ മനസ്സിലാകും. അതിൽ നിന്ന് ജനങ്ങളെ വഴിതിരിക്കാൻ എന്ത് ചെയ്യാം? ഈ അബ്ബാസ് വഴിക്കടവും മജീദ് കുതുബി പൂങ്ങോടൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് കുറെ കിതാബിന്റെ ഇബാറത്തുകളങ്ങ് വായിച്ച് സാധാരണക്കാരെ ആശയക്കുഴപ്പത്തിലാക്കും. അതിന് കൃത്യമായി സുതാര്യമായി ഉസ്താദുമാർ ഇവിടെ കൃത്യമായി മറുപടി പറയുന്നു. ഇവിടെ മുമ്പിൽ കസേരയുണ്ട്. ഞാൻ പറയുന്നു, ആലുവ ത്വരീഖത്തിൽ ഏതെങ്കിലും ഒരു മുരീദുമാരോ ഖലീഫമാരോ ഈയുടെ പരിസരത്തിൽ നിന്നോ കുറച്ച് അകലെ നിന്ന് ഈ പരിപാടി വീക്ഷിക്കുന്നുവെങ്കിൽ സ്നേഹത്തോടെ നമ്മൾ പറയുന്നു, നിങ്ങൾക്ക് ഇവിടെ വരാനും ഇരിക്കാനും സൗകര്യമുണ്ട്. നിങ്ങളെ ത്വരീഖത്ത് പിഴച്ചതാണെന്ന് സമസ്ത പറയാൻ എന്തൊക്കെ കാരണമുണ്ടോ ആ കാരണത്തിൽ സമസ്തക്കാണ് പിഴച്ചത് എന്നോ ഇവിടെ ഞങ്ങൾ വിശദീകരിച്ചതിനാണ് പിഴവ് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിയിക്കാൻ പറ്റുമെങ്കിൽ സ്നേഹത്തോടെ നിങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ കസേരയിൽ വന്നിരിക്കാം, നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഇതിനൊരു മറുപടി എന്നല്ലാതെ സ്നേഹത്തോടെ പറയുന്നു, ഇവിടെ പ്രസംഗിക്കുന്ന അബ്ബാസ് ആണെങ്കിലും മജീദ് പൂങ്ങോടാണെങ്കിലും
ഇനി ഇങ്ങനെ വേദികെട്ട് പ്രസംഗിച്ച് ഇന്ന് ഞങ്ങൾ നാളെ നിങ്ങളെന്നല്ലാതെ ധൈര്യപൂർവ്വം ഞങ്ങൾ സ്നേഹത്തോടെ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ വിഷയത്തിൽ സമസ്ത നിങ്ങളെ തെരീക്കത്ത് പഴക്കാൻ കാരണം എന്ത് പറഞ്ഞത് വിശദീകരിക്കുന്ന വിഷയത്തിൽ നല്ല ഒരു മുഖാമുഖത്തിന് ഈ അബ്ബാസിനെയും മജീദ് പൂങ്ങോടിനെയും വളപുരം റഹീമിനെയും ഞങ്ങൾ സ്നേഹത്തോട് വെല്ലുവിളിക്കുന്നു. യാതൊരു നിലക്കും നിങ്ങൾ വിട്ടുവീഴ്ചയില്ല. ഇനി വേറെ സ്റ്റേജ് കെട്ടി നിങ്ങൾക്ക് ഞാൻ പറയുന്നു ഒരു വിഷയവുമില്ല. എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ കുത്തുബ് നിർവഹിക്കാൻ പോകുന്നത് ആരുവയില്ല. എന്റെ തൊട്ടപ്പുറത്താണ് ഈ കുത്തുബ് സമ്മാൻ എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന സുൽത്താൻ എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന കടലിക്കൽ യൂസുഫ് ഉള്ളത്. അബ്ബാസോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദോ വളപുരം റഹീമോ ഇവരാരെങ്കിലും എന്നെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച റമദാനിൽ 30 ദിവസം എനിക്ക് ഇവിടെ ഖുത്ബയും ഇമാമത്തുമുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം ഈ ഷെയ്ഖിന്റെ വീട്ടിലേക്ക് എന്നെ വിളിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ഷെയ്ഖിന്റെ വീട്ടിലേക്ക് പോകാനും ഈ വിഷയം സംസാരിക്കാനും 100% തയ്യാറാണ്. അത് എങ്ങനെ വീഡിയോ പിടിക്കാം, അവർക്ക് എല്ലാ ക്യാമറ വെച്ച് വീഡിയോ പിടിക്കാം, റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് സമൂഹത്തിന് മുമ്പിൽ അവർ തെളിയിക്കട്ടെ എന്ത് ഷെയ്ഖ് അറിവുള്ള ആളാണ്. ഇവര് പറഞ്ഞെന്താ അറിയോ, ഈ ഷെയ്ഖിന്റെ കൂടെ ഞാൻ കുറെ കൂടിയിട്ട് ഈ ഷെയ്ഖിന് ഒരു വിവരവും ഇല്ല എന്നുള്ള സമൂഹത്തിന്റെ മുമ്പിൽ ഞാൻ തുറന്നു പറഞ്ഞു. അത് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് നമുക്ക് എതിർപ്പുമില്ല, ഒരു ദേഷ്യം ഒന്നുമില്ല. അപ്പോ അദ്ദേഹത്തിന്റെ പൊട്ടത്തരങ്ങൾ കുറെ സമൂഹത്തിൽ എത്തിച്ചപ്പോൾ ഒരുപാട് ആളുകൾ പോന്നു. ഔസിയ സുന്നി ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞൊരു പണ്ഡിത സഭ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ സംസ്ഥാന ട്രഷറർ ആരാണെന്നറിയോ, അബ്ദുൽ ജലീൽ ബാക്കബി പെരുമ്പാവൂർ. അദ്ദേഹം ത്വരീഖത്ത് വിട്ടു, ഈ ഷെയ്ഖിനെ വലിച്ചെറിഞ്ഞു. ഇത് സാമ്പത്തിക ചൂഷണമാണെന്ന് കൃത്യമായി സമൂഹത്തോട് അദ്ദേഹം തുറന്നു പറയാൻ തയ്യാറാണ്. അദ്ദേഹം ട്രഷറർ സ്ഥാനം രാജിവെച്ചു, ത്വരീഖത്തും വിട്ടു. അതുപോലെ തന്നെ ഈ അടുത്ത് ത്വരീഖത്ത് വിട്ട സൈനുൽ ആബിദീൻ ഫൈസി വയനാട് ചെറുശ്ശേരി ഉസ്താദിനടുത്ത് പഠിച്ചാളാ. അദ്ദേഹമാണ് അവരുടെ സെക്രട്ടറിയായ കടങ്ങ ഇസ്മായിൽ ഫൈസി ഉസ്താദിനെ ത്വരീഖത്തിലേക്ക് കൊണ്ടുപോയത്. ആ സൈനുൽ ആബിദീൻ ഫൈസി ത്വരീഖത്ത് വിട്ടു. ഇത് വെറും കള്ളത്തരാന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എടരിക്കോട് 22 കൊല്ലം ഷെയ്ഖിന്റെ ഖലീഫയായ സൈദാലി ഖ്വാജി ത്വരീഖത്ത് വിട്ടുപോന്നു. അബ്ദുസ്സലാം ഹാജി വാടാനപ്പള്ളി ത്വരീഖത്ത് വിട്ടുപോന്നു. ഇങ്ങനെ ഒരുപാട് ഖലീഫമാരും മുരീദന്മാരും വിട്ടുപോന്നു. ഈ ഷെയ്ഖിന്റെ സംസ്കാരം ഇങ്ങനെയൊക്കെയാണോ? ഇദ്ദേഹം ഇത്രയും വിവരമല്ല എന്നുള്ളത് ഈ റെക്കോർഡുകൾ സമൂഹത്തിൽ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ഒരുപാട് നേട്ടമുണ്ടാക്കി. അപ്പോ ഈ റെക്കോർഡുകളിലൂടെ സമൂഹത്തെ കൃത്യമായി ഇത് ബോധ്യപ്പെടുത്തിയപ്പോ എനിക്കില്ലാത്ത കുറ്റങ്ങളും ഒരു കുറവുമില്ല, എനിക്കില്ലാത്ത കുറ്റങ്ങളില്ല. എന്തൊക്കെയോ പറയുന്നു അറിയാം. ഞാൻ സ്നേഹത്തോടെ പറയുന്നു, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സമയം ഒരുപാട് ദീർഘിച്ചു പോയി. അല്ലെങ്കിൽ എന്താണ് ത്വരീഖത്ത് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കുന്ന വിഷയം നമുക്ക് ഒരുപാട് പറയാറുണ്ട്. അതിന് മുമ്പ് 1-2 ആളുകൾ ഇപ്പോൾ ഒന്ന് സംശയം ചോദിച്ചു. എന്താ അറിയോ, അവർ പ്രധാനമായിട്ട് അവരുടെ സമ്മേളനത്തിൽ പറഞ്ഞത് മമ്പുറം തങ്ങളെ മൗലിദിൽ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്തു പറഞ്ഞിട്ടുണ്ട്, മമ്പുറം തങ്ങൾ സ്വർണ്ണമോതിരം ധരിച്ചിരുന്നു അല്ലെ, അതുപോലെ തന്നെ പട്ട് ധരിച്ചിരുന്നു എന്നൊക്കെ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മൗലിദിൽ എഴുതിയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ മഹാനുഭാവൻ രചിച്ച ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുടെ മൗലിദ, ഇതിലെന്താ പറഞ്ഞതെന്നറിയോ? فكان يلبس النحو المقصد والحرير من الملابس الفاخرة. വളരെ പ്രതാപമുള്ള പ്രൗഢമായ അന്തസ്സുള്ള വസ്ത്രങ്ങളും മറ്റുമൊക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. സ്വർണം ധരിച്ചിരുന്നതില്ല. നഹുവൽ മുഖസ്സദി വൽ ഹരീരി, അതുപോലെയുള്ളത് സ്വർണത്തിനേക്കാൾ വിലപിടിപ്പുള്ള ഹറാമല്ലാത്ത എന്തൊക്കെയുണ്ട്? സ്വർണത്തിനേക്കാളും വിലപിടിപ്പുണ്ട്, പക്ഷെ ഹറാമല്ല എന്തൊക്കെയുണ്ട്? വളരെ അന്തസ്സുള്ള പ്രൗഢമായ പലതും ധരിച്ചിരുന്നു. നഹ്വ എന്ന് പറഞ്ഞാൽ നഹ്വൽ ഹരീരി എന്നാ പറഞ്ഞ നഹ്വൽ മുഖസ്സബി വൽ ഹരീരി. ഇത് എവിടെ പട്ട് ധരിച്ചിരുന്നുള്ളത്? എവിടെ സ്വർണ്ണമോദം എന്നതിന് ശേഷം പറയുന്നത്? നഹ്വ എന്ന് പറഞ്ഞതിന് ശേഷമാണ് വയത്തഹത്തമു ബിദ്ദഹബി എന്ന് പറഞ്ഞത്. അപ്പൊ ഇന്ന് എന്ത് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാം. മുമ്പർന്നങ്ങൾ സ്വർണ്ണമോതിരിട്ട് ഇങ്ങനെ പോകല, മുമ്പർന്നങ്ങൾ പട്ട് ധരിച്ച് പോകല. നഅൂദുബില്ല. നഹ്വ എന്ന് പറഞ്ഞ ശേഷമായി പറയുന്നത് അത് പോലെയുള്ളത്. വയത്തഹത്തമു ബിദ്ദഹബി എന്ന് പറഞ്ഞാലും ആ നഹ്വിന്റെ അർത്ഥത്തോടെ വെച്ചു കൊടുക്കണം, ഉറപ്പല്ലേ? നഹ്വ ആദ്യം പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഇതൊക്കെ സാധാരണക്കാർ ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. പിന്നെ സമസ്തയുടെ ഫറോക്ക് പ്രമേയം എന്തുകൊണ്ട് പ്രസിദ്ധീകരിച്ചില്ല? സമസ്തയുടെ 85ാം വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സത്യസരണിയുടെ ചരിത്ര സാക്ഷ്യം അതിന്റെ 490ാമത്തെ പേജിൽ കൃത്യമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ വെറുതെ സാധാരണക്കാരെ വഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങളാണ്. ഇതിലേക്കൊന്നും ഞാൻ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവസാനമായി സാധാരണക്കാരായ ആളുകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സരളമായ വിഷയത്തിൽ 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതായത് ത്വരീഖത്ത് വേണ്ട എന്നോ ഷെയ്ഖ് വേണ്ട എന്നോ ഒന്നും ഇവിടെ ഒരു ആലിമീങ്ങളും ഇവിടെ ആരും പ്രസംഗിച്ചു പറയുന്നില്ല. ഒരു യഥാർത്ഥ ഷെയ്ഖിനെ നമുക്ക് ഷെയ്ഖായി കിട്ടിയാൽ നമ്മളെ സംസ്കരിക്കാനും ശുദ്ധിയാക്കാനും വിപുലീകരിക്കാനും വൃത്തിയാക്കാനും ആ ഷെയ്ഖ് ഉണ്ടാകും. എന്നാൽ അങ്ങനത്തെ ഒരു യോഗ്യതയുള്ള ഷെയ്ഖാണോ ഇദ്ദേഹം എന്നത് മാത്രം നമ്മുടെ ചർച്ച. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, സമിഅ്തു ശൈഖ് മുഹമ്മദ് അൽ മുനീരി. ശരിക്കും കേട്ടോ, സമയം വളരെ കുറവാണ്. മൻ റഅയ്തുമൂഹു യദ്ദഈ
ത്വരീഖൽ ഖൗമി, വലിയ ത്വരീഖത്തുകാരനായിട്ട് ഷെയ്ഖായിട്ടും ഒരാൾ വാദിക്കുന്നത് കണ്ടാൽ ഫസ്അലുഹു അൻ മുശ്കിലാത്തി അബ്വാബിൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ പല മസ്അലകളും അയാളോട് ചോദിച്ചു നോക്കുക. മിൻ ബാബി ത്വഹാറത്തി ഇലാ ആഖിരി അബ്വാബിൽ ഫിഖ്ഹി, ത്വഹാറത്തിന്റെ അധ്യായം മുതൽ പലതും ചോദിച്ചു നോക്കുക. ഫഇൻ റഅയ്തുമുഹു യഫ്ഹമുഹാ, ഈ മനുഷ്യന് ഷെയ്ഖിന് അതൊക്കെ അറിയുമെങ്കിൽ വഹൽ മുശ്കിലാത്തി, അതിന്റെ എല്ലാ സങ്കീർണമായ വിഷയങ്ങളും ഒക്കെ പരിഹരിക്കാൻ നല്ല അറിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ തലമ്മദൂരമു, നിങ്ങൾ അദ്ദേഹത്തിന്റെ ഷെയ്ഖിന്റെ ശിഷ്യത്വം സ്വീകരിക്കണം. ഇല്ല, അയാൾക്കൊരു കുന്തും തിരിയില്ല, അയാൾക്കതൊന്നും വിശദീകരിക്കാനോ ആ സങ്കീർണമായ മസ്കലകൾ കൃത്യമായും പറഞ്ഞു കൊടുക്കാനോ കഴിയൂലെങ്കിൽ വന്നു നിങ്ങൾ വിട്ടുപോരണം. അതുപോലെയുള്ള ഷെയ്ഖന്മാരെ തൊട്ട് സാധാരണക്കാരെയും മറ്റു ശിഷ്യന്മാരെയും നിങ്ങൾ അകറ്റി നിർത്തണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്. കാരണം ഒരു മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു പിശാചാണ് ആ മനുഷ്യൻ, ഷെയ്ഖല്ല. അയാൾ ഓടി നടക്കും. നമ്മൾ ആദരിക്കേണ്ട പിൻപറ്റേണ്ട ഷെയ്ഖല്ല എന്ന് പറഞ്ഞു. ഈ അടിസ്ഥാനത്തിലൊക്കെ മാത്രമല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇവരോടൊക്കെ ചോദിക്കണം, ശരിക്കും മനസ്സിലാക്കി നോക്കൂ. മഹാന്മാരായ പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു, ഇങ്ങനെ ഷെയ്ഖാണെന്നൊക്കെ പറയുന്ന ആളുകളോട് അവരെക്കുറിച്ച് ചോദിച്ചു നോക്കുക, അവരുടെ അവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുക, മനസ്സിലാക്കുക. ഒന്നുമില്ലെങ്കിൽ അവരെ തൊട്ട് നിങ്ങൾ ജനങ്ങൾ അകറ്റണമെന്ന് കൃത്യമായി പറയുകയും ചെയ്തു. ഒരാൾ ഷെയ്ഖാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാവരും ചീത്ത വിളിക്കുക, കുറ്റം പറയാ, തെറി പറയാ, അങ്ങനെയൊക്കെയാണെങ്കിൽ അയാൾ പച്ച നുണയനാ, അയാൾ ഒന്നാം നമ്പർ നുണയനാ. കാരണം ഇസ്ലാം എന്നെ പൂർത്തിയാകാത്ത അയാൾക്ക് എങ്ങനെ പിന്നെ ഈമാന്റെ കാര്യം പൂർത്തിയാകുക? എന്നിട്ടല്ലേ ബഹുമാനപ്പെട്ട ഷാറായിമാൻ പറയാം, എന്നിട്ടല്ലേ ഇഹ്സാന്റെ കാര്യം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഷെയ്ഖിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ഇവിടെ കഴിഞ്ഞ പല പരിപാടികളിലും പല ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓരോ ക്ലിപ്പ് നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊന്നും കരുതരുത്. ആ ഷെയ്ഖ് പറഞ്ഞ ഞാൻ പറയാം, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈമാൻ കിട്ടാതെ മരിച്ചുപോയ ആളാണ്. നഅൂദുബില്ലാ. സദസ്സിനോട് ക്ഷമിക്കണട്ടോ. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഹൈബിലുണ്ടായ ജാരസന്തതിയാണ്. പാണക്കാട് ഉമർ അലി ശിഹാബ് തങ്ങൾ ജാരസന്തതിയാണ്. കീശേരി മുഹമ്മദ് മുസ്ലിയാർ ഈമാൻ കിട്ടാതെ നാവ് കടിച്ച് ചത്തു കടന്ന് തീട്ടത്തിലും മൂത്രത്തിലും കുളിച്ചു കിടക്കുകയായിരുന്നു. ഈമാൻ കിട്ടാതെ മരിച്ചുപോയി. ഇതൊക്കെ കൃത്യമായി ആർക്ക് സംശയം ഉണ്ടെങ്കിലും അതിന്റെ ശബ്ദരേഖ തെളിയിച്ചു തരാം. പിന്നെ അദ്ദേഹം പറഞ്ഞതെന്നറിയോ, ഈ പിന്നെ ഉള്ളാത്തങ്ങള് ഈമാൻ പോലും കിട്ടാതെയാണ് ചത്തുപോയത്. ഞാൻ മുറാക്കബയിൽ കണ്ടു. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. ഇത് മുഴുവൻ ഞാൻ എന്ത് ചെയ്തു? അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നാട്ടിൽ ഒരു കുട്ടിനെ അദ്ദേഹത്തിന്റെ തരീഖത്ത് കിട്ടാത്തത്. അപ്പൊ ഇത് സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കണം. ഞാനതൊക്കെ റെക്കോർഡ് ചെയ്തു. അങ്ങനെ പുറത്തെത്തിച്ചു കൊടുത്തപ്പോ അയാൾ പറഞ്ഞു, ഇതൊക്കെ മുണ്ടമർമ്മിനെ പരീക്ഷിക്കാൻ വേണ്ടി, ഈ അബൂബക്കർ ഹുദകിനെ പരീക്ഷിക്കാൻ വേണ്ടി ഇങ്ങോട്ട് പൊട്ടനാക്കിയതാണ്. ഞാൻ പറയട്ടെ, എന്നെ പൊട്ടനാക്കിയതും എന്നെ പരീക്ഷിച്ചതുമാണെങ്കിൽ ഈശ്വരി ഉസ്താദ് ഈമാൻ കിട്ടാതെ ചത്തുപോയിന്നും തീട്ടത്തിലും മൂത്രത്തിലും കുളിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞത് ദീപത്തല്ലേ, കുറ്റമല്ലേ, പണ്ഡിതന്മാരെ താരടിക്കലല്ലേ? ബഹുമാനപ്പെട്ട പാങ്ങൂർ ഉസ്താദിനെ പറ്റി പറഞ്ഞത് അതൊക്കെ എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇന്നെ പൊട്ടനാക്കാനും പരീക്ഷിക്കാനാണെങ്കിൽ ഇങ്ങനത്തെ പച്ച ദീപത്ത് പറയാനാ, നമീമത്ത് പറയാനാ, എന്തൊക്കെ പറഞ്ഞത്? കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വികാരം ഉണ്ടാകാൻ വേണ്ടി 1 ലക്ഷം രൂപയുടെ ഇഞ്ചക്ഷൻ അവിടുന്ന് അമേരിക്ക പോയി വെച്ചു. അദ്ദേഹം പറഞ്ഞതാ, നിങ്ങൾ ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, മിസ്റ്റർ ക്ഷമിക്കണം. അദ്ദേഹത്തിന്റെ ക്ലിപ്പ് ആർക്ക് വേണമെങ്കിലും ബന്ധപ്പെട്ട അവിടുന്ന് കിട്ടും. ഞാൻ ഇവിടെ വിടുന്നില്ല, കാരണം നമുക്ക് കുറച്ചൊരു വിഷമല്ലേ. വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. നഅൂദുബില്ലാ. 1 ലക്ഷം റുപ്യന്റെ വിലപിടിപ്പുള്ള ആ ഒരു ഇഞ്ചക്ഷൻ വെച്ച് ആ സൗണ്ട് എല്ലാവരുടെ കയ്യിലുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ സൗണ്ട് തന്നെയാണ്. ഇത് സമൂഹത്തിലെത്തുമ്പോൾ ഞങ്ങൾ ആകെ വഷളാകുന്ന അറിഞ്ഞപ്പോ എന്ത് ചെയ്തു? മോങ്ങത്തൊരു പരിപാടി വെച്ച് സമൂഹത്തെ കേൾപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോ അവരിൽപ്പെട്ട ഒരു മുരീദ് ഞങ്ങളെ കൂടെ കൂടിയിട്ട് ഞങ്ങൾ തരീഖത്തുനിന്ന് വിട്ടുപോകുന്നു, ഞാൻ ഷെയ്ഖിന്ന് വിട്ടുപോകുന്നു പറഞ്ഞിട്ട് സ്റ്റേജിൽ കയറിയിട്ട് പരിപാടി അലങ്കോലപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം മൊത്തം പ്രസംഗിച്ചു നടന്നു. അത് ഷെയ്ഖിന്റെ ശബ്ദമല്ല, അത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്താണ്, വ്യാജ ക്ലിപ്പാണ്. ആദ്യം ഇവർ പറഞ്ഞതാ, ഈ അബൂബക്കർ ഹുദൈ മുണ്ടമ്പറമ്പിനോട് ഈ ഷെയ്ഖ് പറഞ്ഞു, ഷെയ്ഖിന്റെ വീട്ടിൽ ഞാൻ റെക്കോർഡ് ചെയ്ത സംസാരമൊക്കെ അത് സോഫ്റ്റ്വെയറോട് ഉണ്ടാക്കിയതാണ്. ഞാൻ പറയുന്നു, ഈ ഷെയ്ഖ് എനിക്ക് ഇങ്ങോട്ട് വിളിച്ച് 40 മിനിറ്റൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാനുമായി അടുത്ത ബന്ധത്തിലായിരുന്നു ഈ ഒരു വിഷയത്തിൽ. അദ്ദേഹം മനസ്സിലാക്കി ഞാൻ അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോവാണ്, ഷെയ്ഖായി സ്വീകരിക്കാൻ പോകുന്നത് അദ്ദേഹം മനസ്സിലാക്കി. അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചതാണ്. അദ്ദേഹം പല ഫോണുകൾ ഇങ്ങോട്ട് വിളിച്ചതാണ്. ഇത് റെക്കോർഡ് ചെയ്ത് സമൂഹത്തെ കേൾപ്പിച്ച് പറഞ്ഞു, അതൊക്കെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുണ്ടാക്കിയ വ്യാജ ക്ലിപ്പാണ്. എന്താ വ്യാജ ക്ലിപ്പ് പറഞ്ഞാൽ?
ഒരാൾ ഇങ്ങോട്ട് ഫോൺ വിളിച്ചത് അങ്ങോട്ട് ഫോൺ വിളിച്ചത് ഇത് റെക്കോർഡ് ചെയ്താൽ അതിങ്ങനെ വ്യാജ ക്ലിപ്പാകുക. പിന്നെ എന്തിനാ റെക്കോർഡ് ചെയ്തത്? ഈ സമൂഹം അറിയട്ടെ. ഈ സാധാരണക്കാർ നിങ്ങൾക്ക് മുമ്പിൽ ഈമാനും ഇസ്ലാമും മറ്റു പല വലിയ സങ്കീർണമായ വിഷയങ്ങളും പറഞ്ഞ സാധാരണക്കാർക്ക് എന്ത് മനസ്സിലാകാനാണ്? ഒറ്റ വാക്കേ ഉള്ളൂ, ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തെ സംസാരം കേട്ടാൽ മതി. അത് കേൾപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. നമ്മൾ വെല്ലുവിളിച്ചു, ഏത് ശാസ്ത്രീയ പരീക്ഷണത്തിനും തയ്യാറാണ്. അപ്പൊ ഇവിടെ കൊണ്ടോട്ടി വന്നിട്ട് പറഞ്ഞു അത് പൊട്ടനാക്കിയതാണ്. ആദ്യം പറഞ്ഞു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുണ്ടാക്കിയതാണ്. പിന്നെ പറഞ്ഞു ഷെയ്ഖ് ഇങ്ങോട്ടും പൊട്ടനാക്കിയതാ. നിങ്ങൾ ആ കളി ഷെയ്ഖിന്റെ അടുത്ത് നടക്കൂല, ഞങ്ങളിത് കുത്തുബുസമാന മുറബിയ ഷെയ്ഖ വലിയ മഹാന. നിങ്ങളൊരു പയ്യൻ ഫോൺ വിളിക്കുമ്പോഴേക്ക് പയ്യൻ അയാളെ വീട്ടിലേക്ക് 5-8 വട്ടം പോകുമ്പോഴേക്ക് നിങ്ങൾക്ക് അയാളെ നോക്കാൻ ആരാ? നിങ്ങളൊരു പയ്യനല്ലത് കുത്തുബ. അപ്പൊ നിങ്ങളെ പറ്റ പൊട്ടനാക്കിയതാണ്. അദ്ദേഹം പറഞ്ഞ മസ്തർ എന്താ അറിയോ? ഞാൻ ചോദിച്ചു, എന്താ ചോദിച്ചത്? നിസ്കരിക്കുമ്പോ അവർക്ക് അത്തഹിയ്യാത്ത് ഓതും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയെ നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞിട്ട് ഷെയ്ഖ് നിങ്ങൾക്ക് നേരിട്ട് സലാം പറഞ്ഞൂടെ? അസ്സലാമു അലൈക യാ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ സലാം പറഞ്ഞൂടെ? അപ്പൊ പറഞ്ഞു മുണ്ടമ്പറമ്പേ ഇപ്പൊ ബൈഅത്ത് കഴിഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ദിക്റല്ലേ തന്നിട്ടുള്ളൂ, ബൈഅത്ത് കഴിഞ്ഞതിന് ശേഷം അത്തഹിയ്യാത്തില് അങ്ങനെ പറയാം. എന്നോട് പറഞ്ഞതാ ബൈഅത്ത് ചെയ്ത ശേഷം അങ്ങനെ സലാം പറയാം. ഈ ശബ്ദരേഖ തീർച്ചയായിട്ടുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞതാ. പിന്നെ ഞാൻ ചോദിച്ചു റുബൂബിയത്തും ഉലൂഹിയത്തും സമദിയത്തൊക്കെ നിങ്ങൾ നിക്ഷിപ്താക്കി നിസ്കരിക്കട്ടെ. ഇവര് ചില പൊട്ട മുരീദന്മാർ പറയും എന്റെ ഷെയ്ഖിനെ ഇസ്തിഗ്ഫാറാക്കി നിസ്കരിക്കണം. നിസ്കരിക്കുമ്പോഴൊക്കെ ഷെയ്ഖിനെ അങ്ങനെ ഇസ്തിഗ്ഫാറാക്കിയാൽ മതി, ഷെയ്ഖിനെ കരുതിയാൽ എന്ത് കിട്ടും? ഭയങ്കര ഇഖ്ലാസ് കിട്ടും. ഞാൻ ചോദിച്ചു റുബൂബിയത്തും ഉലൂഹിയത്തും സമദിയത്തും നിങ്ങൾ നിക്ഷിപ്താക്കി നിസ്കരിക്കട്ടെ. അങ്ങനെ ഒരാൾ കരുതിയ ഇസ്ലാം എന്ന് പുറത്തു പോകൂലേ? പിന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവാ റബ്ബി എന്നൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ ഷെയ്ഖിനോട് ചോദിച്ചു, എന്ത് നിങ്ങൾ ഇങ്ങനെ റുബൂബിയത്തും ഉലൂഹിയത്തൊക്കെ കരുതിയാൽ നല്ല താല്പര്യം കിട്ടൂലേ? എന്താ അങ്ങനെ കരുതി നിസ്കരിച്ചൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിപ്പോ നിങ്ങൾക്ക് ബയ്യത്ത് കിടങ്ങ ഇസ്മായിൽ ഫൈസിനോടും വളബർ റഹീം മുസ്ലിനോടൊക്കെ വാങ്ങിയാൻ പോരാൻ. കാരണം അയാൾക്ക് എന്താണ് റുബൂബിയത്തും സാധുവിന് മനസ്സിലായിട്ടില്ല, എന്താ ഉലൂഹിയത്തും മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല, നിങ്ങളല്ലേ കുത്തുബ്, നിങ്ങളുടെ അടുത്ത് തന്നെ ബയ്യത്ത് ചെയ്യണം നല്ലത്. അപ്പൊ പറഞ്ഞു എന്നാ ആയിക്കോട്ടെ അങ്ങനെ കരുതിക്കോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ അവർക്ക് മനസ്സിലായില്ല, ശരിക്കും മനസ്സിലായില്ല. ചുരുക്കി പറയട്ടെ, ഇവരെ ഏറ്റവും വലിയ ശരിക്കും മനസ്സിലാക്കണേ, ശരിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. ഈ വളപുരം റഹീം പൈസയുടെയും അതുപോലെ അബ്ബാസ് പൈസ വഴിക്കടവിന്റെയും അതുപോലെ ചില ഖലീഫമാര് പരിപാടി എന്താ അറിയോ? ഈ ഷെയ്ഖിന് എവിടെയെങ്കിലും പ്രസംഗിക്കാൻ വരുന്നുണ്ടെങ്കിൽ പ്രസംഗം 5-10 മിനിറ്റ് തയ്യാറാക്കി കൊടുക്കും. എന്നിട്ട് ടൗണ് വന്നിട്ട് ഇയാൾ കുത്തുബുസമ എന്തെങ്കിലും ആയത്തൊക്കെ കണ്ട് പ്രസംഗിക്കും. അത് തന്നെ മുഴുവൻ തെറ്റും പൊട്ടത്തൂര. എന്താ മഞ്ചേരി വന്നിട്ട് പ്രസംഗിച്ചു അറിയോ? ഞാനിപ്പോ അങ്ങനെ സ്റ്റേജിൽ കയറി പ്രസംഗിക്കുന്നേ ഉള്ളൂ, നിങ്ങളെ മാതിരിയൊന്നും അല്ല ഞാൻ. 7 ആകാശത്തിന്റെ മുകളിൽ ഞാൻ കാണുന്നുണ്ട്, ബഹറിന്റെ അടിയിലെ ഞാൻ ഇപ്പൊ തന്നെ കാണുന്നുണ്ട്, ഈ ഭൂമിക്കടിയിലെ ഞാൻ കാണുന്നുണ്ട്. ഇതാർക്കും ചോദ്യം ചെയ്യാൻ ഇങ്ങോട്ട് വന്നോളി. ആരായ മനുഷ്യനോട് ചോദിക്കാൻ പോവാ? ഇങ്ങനെ വെറുതെ കുറെ വർത്തമാനം പറയാം. സാധാരണക്കാർക്കിടയിൽ പ്രസംഗിക്കാൻ 1-2 പ്രസംഗിക്കാൻ എഴുതി കൊടുക്കും. ഈ ഷെയ്ഖിന്റെ അടുത്തേക്ക് ഒരു പണ്ഡിതനും ചോദിക്കാനും സംസാരിക്കാനും അവസരം കൊടുക്കൂല. അവർക്ക് ഉറപ്പായിട്ടും ബോധ്യപ്പെടും ഇയാൾ തനി ഒരു സാധു, വിവരമില്ലാത്ത ഒരു ജാഹിലാണ്. ഇനി ഞാൻ പറയുന്നു, ഈ കൂടി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഷെയ്ഖിന്റെ വീട്ടിൽ പോയിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ മതി. ഒരു 10 കിതാബിലെ ഒരു വരി പോലും തെർത്തീബ് വെക്കാനോ അർത്ഥം വെക്കാനോ ഈ സാധുവിന് അറിയില്ല. പിന്നെ കുത്തുബോധിക്കൂടാൻ കുത്തുബോധൻ ഏതെങ്കിലും ഒരു പുസ്തകം അദ്ദേഹം എപ്പോഴും ഈ ബയാനിയം CH ഓഫ്സെറ്റ് പ്രസിഡന്റ് അടിച്ച കുത്തുബ എന്റെ ഏട് നോക്കിയിട്ട് ഇങ്ങനെ വായിക്കും അദ്ദേഹം. അതന്നെ മുഴുവനും തെറ്റാണ്. അതുപോലെ അദ്ദേഹത്തിന് അറിയില്ല. ഇതെന്താണെന്നറിയും, ഇത് വലിയൊരു ബിസിനസ് സാമ്രാജ്യമാണ്. അതൊന്ന് വിട്ടു പോരാൻ പറ്റാത്ത വിധം റിയൽ എസ്റ്റേറ്റുകളും അബുദാലാകാൻ വേണ്ടി 50,000 രൂപ അദ്ദേഹം പറയേണ്ട. അബുദാൽ 313 ആള് അബുദാലിങ്ങൾ അദ്ദേഹമൊക്കെ പറയുന്നുണ്ട്. റിജാൽ ഗൈബ് 313 വാങ്ങിയത് എത്ര? 1400ഓളം ആളുകളിൽ നിന്ന് 50,000 രൂപ വീതം വാങ്ങുകയാണ്. പിന്നെ ഒരുപാട് ബിസിനസ്. ഞാൻ പറയട്ടെ, ഇവിടെ കീശേരി ഭാഗത്ത് കൊരൂർ തരീക്കത്ത് ബഹുമാനപ്പെട്ട ഒരു പണ്ഡിതനെ കൊണ്ടുവന്നിരുന്നു. ബീരാൻകുട്ടി മുസ്ലിം വലിയ പണ്ഡിതനായിരുന്നു, തിരിവുള്ള ആളായിരുന്നു. അദ്ദേഹം പിന്നെ പിന്മാറി. പക്ഷേ ആളുകൾ പിന്മാറിയില്ല. ഈ വയനാട് ദേണ്ടാപതി വയസ്സ് പിന്മാറി. മൂപ്പര് കൊണ്ടുപോയ മുരീദന്മാർ പലരും പിന്മാറിയിട്ടില്ല. ബഹുമാനപ്പെട്ട സീതാലിപ്പോജി കൊണ്ടുപോയ പല മുരീദന്മാർ പിന്മാറിയിട്ടില്ല, അദ്ദേഹം പിന്മാറി. പിന്നെ ഇതിലൊക്കെ മൂല്യന്മാരുണ്ടല്ലോ. പ്രിയപ്പെട്ട മൂമിനിങ്ങളെ, അള്ളാന്റെ മുഖ്യ നബിതങ്ങൾ ഭക്ഷണം കൊടുത്ത് അള്ളാഹുവിന്റെ നബിതങ്ങൾ വളർത്തിയ റജ്ജാലി എന്ന് പറഞ്ഞ മനുഷ്യൻ മുസൈലിമുത്തുൽ കദ്ദാബിന്റെ കൂടെ കൂടിയില്ലേ? നബിതങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ പ്രവാചകനാണെന്ന് വാദിച്ചു വന്ന മുസൈലിമുത്തുൽ കദ്ദാബിന്റെ കൂടെ എത്ര ആളാ കൂടിയത്? 100, 1000, 2000, 3000 അല്ലല്ലോ. അലി റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് പറഞ്ഞിട്ട് ആരാ വന്നത് അദ്ദേഹത്തിന്റെ കാലത്ത്? നിങ്ങൾ ഓതിയ ആയത്തല്ലേ? ചേകനൂര് തിരുവല്ല ആളല്ലായിരുന്നോ? എടവണ്ണ അലവി മൗലവി തിരുവല്ല ആളല്ലായിരുന്നോ?
അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ മഖ്ദൂമി പാരമ്പര്യമുള്ള പൊന്നാനി പണ്ഡിതന്മാർ, അവരുടെ പരമ്പരാഗതമായി വരുന്ന നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ, ആ മുഖ്യധാരയിലെ പണ്ഡിതന്മാരെ പറഞ്ഞ വഴികളിൽ നിന്ന് വിട്ടിപ്പോയ ആരൊക്കെ എന്തൊക്കെ പോയോ അതിലേക്ക് സമൂഹം ഒരിക്കലും നോക്കണ്ട. ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ ഒന്ന് രണ്ട് ഇബാറത്തുകൾ മാത്രം വായിക്കാൻ, നിങ്ങൾ അത് ശരിക്കും മനസ്സിലാക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാർ പഠിപ്പിക്കാൻ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വല്ലതഅയ്യനൽ മുവഫഖീൻ, ഏത് ത്വരീഖത്ത് വേണ്ട ഉസ്താദെ, ത്വരീഖത്ത് വേണ്ട ഇവിടെ മുസ്ലിയാക്കന്മാർക്കൊന്നും ഒന്നും തിരിയില്ല. എല്ലാ സാധാരണക്കാരെയും വഴിപിഴപ്പിക്കാൻ വേണ്ടിയിട്ടും ചാക്കിലിടാൻ വേണ്ടിയിട്ടും ക്ലാസ് എടുക്കും. ആദ്യമായി പറയുന്നു, ഇത്രകാലം പട്ടിക്കാട് ഒരുപാട് കിതാബോധി, അല്ലെങ്കിൽ ബാക്കിയാത്തുന്ന കിതാബോധി, പക്ഷെ അള്ളാഹുവിനെ കുറിച്ച് ഇതുവരെ ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നിസ്കരിക്കുമ്പോൾ ഒരു ഭക്തി കിട്ടണില്ല. ഇവരൊക്കെ വെറും ശരീഅത്ത് മാത്രമേ പ്രസംഗിക്കുന്നുള്ളൂ. അള്ളാഹുവിന്റെ ആത്മീയമായ വഴികളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ ഈ സാധാരണക്കാരാ മുസ്ലിയാക്കന്മാർക്ക് കഴിയുന്നില്ലല്ലോ. ഇങ്ങനെ ഉലമാക്കളെയും അതുപോലെ തന്നെ ശരീഅത്തിന്റെ പണ്ഡിതന്മാരെയും കൊച്ചാക്കി കളഞ്ഞുകൊണ്ട് ഞങ്ങളുടേതാണ് യഥാർത്ഥ വഴി, ഞങ്ങൾക്കൊരു ശൈഖുണ്ട്, യഥാർത്ഥ തരീഖത്ത് ഞങ്ങളുടേതാണെന്ന് പറയുന്നു. എന്നാൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഇങ്ങനെ ഏത് തരീഖത്തിലും ശൈഖിന്റെ പിന്നാലെ പെട്ടുപോകരുത്. ശരിക്കും മനസ്സിലാക്കണം, ഞാൻ പിടിക്കാൻ പോകുന്ന ശൈഖ് ശൈഖാകായ യോഗ്യതുണ്ടോ, യഥാർത്ഥ തരീഖത്താണോ, യഥാർത്ഥ ശൈഖാണോ ചോദിക്കണം. കാരണം എന്താ? ബഹുമാനപ്പെട്ട ഇബ്നു പറയുന്നു, ബിമാനിൽ കാദിബീന, പച്ച നുണയന്മാരും കള്ളത്തരം പറഞ്ഞ് കള്ള ശൈഖന്മാരുമൊക്കെ വൽ മുതലബ്ബിസീന ഖദ് കഫറൂ, എല്ലായിടത്തും അധികരിച്ചിട്ടുണ്ട്. കള്ള ശൈഖന്മാർ, കള്ള ത്വരീഖത്തുകാർ എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് പെട്ടുപോകരുതേ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗസാലി ഇമാം ബഹുമാനപ്പെട്ട ഇബ്നു തങ്ങൾ പറയുന്നു. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ അന്ന് പറയാൻ, ബദ്ദൗഹാദി ത്വരീഖത്ത, ഇവരെങ്ങനെ ത്വരീഖത്ത് ബാധിക്കും? വഹും മിൻഹാ ബരീഊൻ, എന്താണ് ത്വരീഖത്ത് എന്നോ, എന്താണ് ശൈഖ് എന്നോ, എന്താണ് മുറബ്ബിയ ശൈഖ് എന്നോ, എന്താണ് അബ്ദാൽ എന്നോ, എന്താ റിജാൽ ഗൈബ് എന്നോ ഒരു ചുക്ക് പോലും അറിയാത്ത ഏതോ ചില സാധാരണക്കാരും ഞങ്ങളുടെ യഥാർത്ഥ ത്വരീഖത്തെന്ന് പറഞ്ഞു വരും. എന്നിട്ട് അവരൊക്കെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, വഹും മിൻഹാ ബരീഊൻ, അവർക്കൊരു ത്വരീഖത്തുമില്ല, അവർക്കൊരു സുലൂക്കുമില്ല, ആത്മീയമായ ഒന്നും അവർക്കില്ല. വയലന്നാരി സായിറൂൻ, നരകത്തിലേക്ക് പോകുന്ന ആളുകളാണവർ. ലിസൂഇ അഫ്ആലിഹിം, അത്രയും വൃത്തികെട്ട പ്രവർത്തനങ്ങൾ അവരുടെ കയ്യിലുള്ളത്. ഫസാദ് യഹ്വാലിയും, അത്തരം കള്ളത്വരീഖത്തുകൾ അവസ്ഥകൾ വളരെ മോശമാണ്. അക്വാലിയും, അവരുടെ വർത്താനങ്ങളും ചീഞ്ഞു നാറുന്നതാണ്. തക്കാലുബിഹിൻ അലദ്ദുന്യൽ ഫാനിയ, ഈ നശിച്ചു പോകുന്ന ദുനിയാവിന്റെ പിന്നാലെ ചാടി വീണവരാണവർ. ആഖിറത്തെ കുറിച്ച് അവർക്കൊരു ബോധവുമില്ല. എന്നിട്ട് പറയുന്നില്ല, തങ്ങളുടെ ത്വരീഖത്ത് ശൈഖ് എന്നൊക്കെ വാദിക്കൽ കൊണ്ട് അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഇല്ലാ ജംഉൽ ഹുതാം വലൈലു ലദ്ദത്തി അക്ലിൽ ഹറാം. കുറെ പൈസ ഉണ്ടാക്കണം, കുറെ ദുനിയാവുണ്ടാക്കണം, കുറെ പണമുണ്ടാക്കണം. വസ്തിഫറാഉൽ ഉംരി ഫിൽ ജഹാലാത്തി വല്ലാതാം, ഇങ്ങനെ ജീവിതം അടിച്ചു പൊളിച്ച് അങ്ങ് നടക്കുക, തന്നെ തെറ്റുകളൊക്കെ ചെയ്തിട്ട് ഫഹദാരി ഹദാർ മിൻ അംസാലിഹിം, ഇങ്ങനത്തെ ശൈഖന്മാരെ കൂടെയോ ഇങ്ങനത്തെ ത്വരീഖത്തുകളെ കൂടെ ഒരിക്കലും പെട്ടുപോകരുത്. വലിയഖ്തിറാർ ബി അഖ്വാലിഹിം അഫ്ആലിഹിം, അവരെ വാക്കും പ്രവർത്തനം കൊണ്ട് ചതിയിൽ പെട്ടുപോകരുത്. ഫഇന്ന കുല്ല മൻ ഇത്തബഅഹും, അവരെ പിന്തുടർന്നവരൊക്കെയും സല്ല ഖദമുഹു, അവരെ പാദം ഇടറിയിരിക്കുന്നു. വഖാ ഖലമുഹു, അവരെ എഴുത്ത് അതിക്രമിച്ചിരിക്കുന്നു. അതല്ലേ പണ്ഡിതന്മാർ വിചാരത്തിലുണ്ടായതാണ്, യാരസന്തതികളാണ്. സമസ്ത ബ്രിട്ടീഷുകാരുണ്ടാക്കി. ബഹുമാനപ്പെട്ട പാങ്ങൽ ഉസ്താദ് ഈ മാങ്കിട്ടാതെ ചത്തുപോയി. തിരുപ്പനച്ചി ഉസ്താദ് തീർത്ഥവും മലവും മൂത്രത്തിൽ കുളിച്ചിട്ട് നാവ് കടിച്ച് ചത്തുകടന്നു. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് ഹൈലിനുണ്ടായി. ഇങ്ങനത്തെ എഴുതി വിടുന്നു. സമസ്ത ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഇത്തരം ത്വരീഖത്തുകാരുടെ ലക്ഷണം കലമുഹു, എഴുതുമ്പോൾ ഒരു ലൈസൻസ് ഉണ്ടാകൂല. എന്നിട്ട് പറയുന്നു, ഇവർക്ക് ഒരു കമാലിയത്തും ഇവർക്ക് കിട്ടുകയില്ല. ഇവർക്ക് അല്ലാഹുവിന്റെ ഭാഗത്ത് കഠിനമായ ശിക്ഷയെ വരാനുള്ളൂ. ശൈത്വാനിയത്ത് പിടികൂടിയെന്നല്ലാതെ എന്താ അവരെ കുറിച്ച് പറയാൻ? അപ്പോൾ ശൈത്താൻ ഇവരോട് പറയും, നിങ്ങൾ ചെയ്യുന്ന ചീത്ത
പ്രവർത്തനങ്ങളൊക്കെ നല്ലതാക്ക് ശൈത്താൻ പറഞ്ഞു കൊടുക്കും. അപ്പൊ ഉസ്താദുമാർക്ക് ഇതിൽ എന്തും പറയും. ഇന്നത്തെ ത്വരീഖത്തുകാർ അവസ്ഥ, ഈ ചീത്ത ത്വരീഖത്തുകാർ അവസ്ഥ ഇങ്ങനെയാണ്. വൽ മുൻകറ മഅറൂഫ, ഏത് തമ്മാടിത്തിനും ഇവർക്ക് നല്ലതാണ്. എന്റെ ബഹാവുദ്ദീൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ് ദുബായിലും മറ്റൊക്കെ പല പള്ളിയിലും പ്രസംഗിക്കാൻ കയറിയപ്പോ ആയിരക്കണക്കിന് നോട്ടീസ് പള്ളിയിൽ അവിടെ സിറ്റൗട്ടിലിട്ട് പോവാണ്. ദാറുദേ പഠിച്ച ത്വരീഖത്തിലെ മുരീദന്മാര്. അദ്ദേഹം വിചാരിയാട്ടോ, ഞാൻ ജോലി ചെയ്യുന്ന 1600 വീടുള്ള എന്റെ ആലുവയിലെ പേങ്ങാട്ടുശ്ശേരി മഹലിൽ, എന്റെ മഹലിലെ മുഴുവൻ വീട്ടിലും ലഘുല കൊടുത്തു പോവാൻ അബൂബക്കർ ഉദവിക്ക് ജാറസന്താരമുണ്ട് കൊണ്ടോട്ടി കൊട്ടപ്പുറത്തും. എന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നൊരു വിഷയമില്ല. എന്തൊക്കെയോ പറഞ്ഞിട്ട് ലഘുലയെ കൊടുത്തു പോകും. നിങ്ങൾ അവരെ പ്രകാശം എന്ന പുസ്തകം വായിച്ചു നോക്കൂ. നല്ല പണിയാ നിങ്ങൾ ചെയ്യണമെന്ന് അവരെ പുതിയ സാധുക്കൾ വത്താബ് ഹദീസിൽ പറയാ. പിന്നെ ഇവർക്ക് വേറൊരു വിഷയമുണ്ട്, എന്തെന്നറിയോ, വലിയ, അതായത് ബഹുമാനപ്പെട്ട ത്വരീഖത്തിന്റെ വിഷയങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഗസ്സാലി ഇമാം പറഞ്ഞൊരു വല്ലാത്തൊരു ഇബാറത്തുണ്ട്. വേറെ കുറെ ത്വരീഖത്തുകാർ ഞങ്ങൾക്ക് കശ്ഫിന്റെ ഇൽമുണ്ട്, ഞങ്ങൾ ഔലിയാക്കളാണ്, എത്തോണ്ടോട്ട് എത്തിയിട്ടുണ്ടെന്ന് പറയും. ഞങ്ങൾ അല്ലാഹു നേരിട്ട് സംസാരിക്കുന്നുണ്ട്. മുജാവദത്തിൽ മഖാമാത്തി വൽ മസ്രി, ഞങ്ങൾക്ക് എല്ലാ ദറജ എത്തിയിട്ടുണ്ടെന്ന് വാദിക്കും. ഇവർക്ക് കുറെ അബ്ദാലി റിജാലുകൾ ഇങ്ങനത്തെ കുറെ പേരുകളൊക്കെ ഇവർക്ക് അറിയുന്നല്ലാതെ ഇവർക്ക് യഥാർത്ഥത്തിൽ ത്വരീഖത്തിന് ഒരു ഇൽമുമില്ല. വാസ്തവത്തിൽ ആലുവയിൽ ഈ കുത്തുബുസമാൻ എന്ന് പറഞ്ഞ കളരിക്കൽ യൂസുഫിന് ബോംബെയിൽ പോയിട്ട് കുറെ അവിടുത്തെ കുറെ മശായഖന്മാരായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഈ റിജാലുൽ ഗൈബ് തെൽക്കിയിട്ട് കൊടുക്കുക, ബൈഅത്ത് കൊടുക്കുക, പിന്നെ ഖിലാഫത്ത് കൊടുക്കുക, ഇങ്ങനെ കുറെ കേട്ടിട്ടുണ്ട്. അത് മാത്രം അസ്സാരിമാൻ പറയാ, അവർക്ക് ഇല്ലാ ബിൽ ലഫ്ദി വൽ ഇസ്മി കുറെ പേര് മാത്രമേ അറിയുള്ളൂ. ബഹുവ യുറദ്ദിദു, എന്നിട്ട് ഈ കള്ളശേഖന്മാർ അത് ഇങ്ങനെ വിളിച്ചു പറയും. ബഹുവ യദുന്നു, അവര് വാദിക്കും എന്ത്, അന്നദാലിക മിൻ ആലാ ഇൽമിൽ അവ്വലിന വൽ ആഖിരീൻ, ഇതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ഇൽമ്. ഈ കള്ളത്തരീഖത്തിന്റെ വർത്താനം അങ്ങനെ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ഇൽമ് കിട്ടിയിട്ടുള്ളൂ. ബഹുവ യൻദുറുൽ ഫുഖഹാ, എന്നിട്ട് ഫുഖഹാക്കളിലേക്ക് മഹാന്മാരായ പണ്ഡിതന്മാരിലേക്ക് നോക്കും. വൽ മുക്രീന വൽ മുഹദ്ദിസീന വസുനാഫിൽ ഉലമായി ബിഐനിൽ ഇസ്തിറാ, പരിഹാസത്തോടെ പുച്ഛത്തോടെ നിന്ദയോടെ ഈ കള്ളത്വരീഖത്തുകാർ ആലിമീങ്ങളെ കുറിച്ച് പറയും. ഇത് ഞാൻ പറയല്ല, ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയാണ്. കശ്ഫുത്തബീൻ ഗസ്സാലി ഇമാം പറയാ, ആലിമീങ്ങൾ മുസ്ലിയാക്കന്മാര് മോലയന്മാര് ഇവരെ പറയലെങ്ങനെ നോക്കൂ നിങ്ങൾ, ബിഐനിൽ ഇസ്തിറാ, പരിഹസിച്ചിട്ട്, എന്നിട്ടല്ലേ അവാമി, എന്നിട്ടല്ലേ സാധാരണക്കാർ. നിങ്ങൾക്ക് എന്താണ് കിതാബുദ്ധിന് കിട്ടിയത്? നിങ്ങൾക്ക് എന്ത് ഖുശൂഅല്ലത്? നിങ്ങൾക്ക് എന്താ പടച്ചോനറിയോ? നിങ്ങൾക്ക് അള്ളാനെ മനസ്സിലായിട്ടുണ്ടോ? അള്ളാനെ നിങ്ങൾക്ക് വല്ലതും തിരിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കൊക്കെ ഇങ്ങനെ കിതാബ് ഓതി മരിച്ചു പോകുന്ന നിങ്ങൾ കരാർ പുതുക്കിയനോടോ? നിങ്ങൾക്ക് മുഅ്മിന എന്താണെന്നറിയോ? ഇങ്ങനെ നടന്നാ മതിയോ? ഇങ്ങനെ പറയും. എന്നിട്ടോ കുറെ കർഷകന്മാര് ഇത്തരം ഖലീഫന്മാര് ഷെയ്ഖന്മാരും വർത്താനം കേട്ടിട്ട് ഓനെ കൃഷിപ്പണിക്കണ്ടോ ഒഴിവാക്കും. ടൈലർ പണിക്കാർ ടൈലർ പണിക്കണ്ടോ ഒഴിവാക്കും. എന്നിട്ട് ഈ ഷെയ്ഖന്മാരെ കൂടെ കൂടും. ഇന്ന് ആലുവനെ കൂടിയ പോലെ കുറെ കാലാണ് കൂടും. വഹയ്യായിട്ട് സംസാരിക്കണ പോലെ ഇവരൊക്കെ വർത്താനം കണ്ട. ഇത് ഗസ്സാലിമാൻ പറയും, കള്ള ഷെയ്ഖന്മാര് വഹയ്യായിട്ടേ ഞാൻ ഇപ്പൊ ബഹറിന്റെ അപ്പുറത്തുള്ള കാണുന്നുണ്ട്, ആകാശത്തിന്റെ മുകളിൽ കാണുന്നത് പറയും. വഹയ്യായിട്ട് സംസാരിക്കണ പോലെ, വലിയ വലിയ അസ്റാറ് പറയണ പോലെ. എന്നിട്ട് എല്ലാ പണ്ഡിതന്മാരെയും നിസ്സാരന്മാരായി നിന്നരായും ഒന്നിനും കൊള്ളാത്തവരായിട്ടും അവർ കാണും. എന്നിട്ട് സാധാരണ 5 വക്ത് പള്ളിയിൽ പോയി നിസ്കരിക്കണ സാധാരണക്കാരായ നാഥന്മാരെ കുറിച്ച് ഇവർ പറയും. പാവം കുറെ പണിയെടുത്ത് ജോലി ചെയ്ത് ക്ഷീണിച്ച് അവർക്ക് അള്ളാനെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞ് പരിഹസിക്കും. ഉലമാക്കളെ കുറിച്ച് ഇവരെന്താ പറയല്, അന്നവുമിൽ അതീത്ത് മാറ്റും. അവര് വാക്കവിയാണ്, പൈസയാണ്, ഉദവിയാണ്. ആകെ അള്ളാനെ കുറിച്ച് എന്താ അറിയാ? അവർ കുറെ കിതാബ് പോയിട്ട് മറ്റേ ഇൽമ് വല്ലതും അവർക്കുണ്ടോ എന്നിങ്ങനെ പറഞ്ഞെടുക്കും. എന്നിട്ട് അള്ളാഹുലേക്ക് ചേർന്ന് ഞാനാണ് എന്നിങ്ങനെ പറയും. വന്നഹൂമിനൽ മുഖറബീൻ, ഞാൻ ഇതിനാണ്ട് കൂടിയപ്പോ അള്ളാഹുവിന്റെ അടുത്ത ആളായി പോയി എന്നൊക്കെ പറയും. ഗസ്സാലിമാൻ പറയും, ഇത്തരം കള്ള ശൈഖന്മാരുണ്ടല്ലോ, കള്ള മുരീദന്മാര്, ചമ്മാടികളായ മുനാഫിഖീങ്ങളാണ് ഇവർ. 1 നമ്പർ പൊട്ടന്മാരാണ് ഇവർ, ജാഹിലീങ്ങൾ. അവർക്കൊരു സംസ്കാരം കിട്ടിയിട്ടില്ല, അവർക്ക് ത്വരീഖത്തിന് ഇൽമും കിട്ടിയിട്ടില്ല എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എനിക്കത് അറിയണോ? ഞങ്ങളെ ശൈഖിന്റെ കൈ പിടിച്ചാലേ അറിയുള്ളൂ, ത്വരീഖത്ത് കൂടിയാലേ അറിയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ കഴിയൂല. ബഹുമാനപ്പെട്ട ഒരൊറ്റ വിഷയം ഞാൻ പറയട്ടെ. 1000 വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ കിതാബാണല്ലോ അതിൽ പറയുന്നുണ്ട് എന്തെന്നറിയോ?
പാർട്ടിക്കാരുടെ ഏറ്റവും വലിയ ലക്ഷണം എന്താ പറയുക? സാധാരണക്കാരന്റെ കയ്യിൽ പോവും. എടോ, ഈ പള്ളിയിലെ ഖതീബിനോട് പോയി ചോദിച്ചു നോക്ക്, എന്താ മനുഷ്യന്മാരുടെയൊക്കെ മുരണ്ടായത്, നെഞ്ചത്താണല്ലോ മരുക്കുന്നതൊക്കെ പള്ളമ്മലാണല്ലോ, മൂല്യാരോട് ചോദിച്ചു നോക്ക്, കിട്ടൂല. അതുപോലെ തന്നെ കള്ള് കട്ട് കഴിഞ്ഞാൽ അവന്റെ കൈ മുറിക്കണം. എന്നാൽ വ്യഭിചരിച്ചവന്റെ കൈ അവന്റെ മറ്റുള്ളതല്ലല്ലോ മുറിക്കണത്, അവൻ അടിക്കുകയല്ലേ, എറിഞ്ഞു കൊല്ലല്ല. എന്താ മുസ്ലിയാരോട് ചോദിച്ചു നോക്ക്. ആദ്യം നബി ഭൂമിക്ക് ഇറങ്ങിയപ്പോ ഏത് കാലാവസ്ഥ ഉസ്താദിനോട് പോയി ചോദിച്ചു നോക്ക്. ഇങ്ങനത്തെ പലജാതി സംശയങ്ങൾ സാധാരണക്കാരോട് ചോദിക്കും. നോക്കൂ നിങ്ങൾ, ഞാൻ പറയല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട പണ്ഡിതൻ അബ്ദുൽ ഖാഹിർ ബഗ്ദാദി ഉണ്ടാക്കിയ കിതാബാണ്. അതിൽ പറയാൻ ഇത്തരം കള്ള പാർട്ടിക്കാരുടെ ഏറ്റവും വലിയ ഗൂഢമായി നീക്കുന്ന ചതി എന്തെന്നറിയാം? തശ്കീക്ക്, സംശയം ഉണ്ടാക്കി കൊടുക്കുക. യഥാർത്ഥ പദത്തിനെതിരായ യഥാർത്ഥ അർത്ഥങ്ങൾക്കെതിരായത് സാധാരണക്കാർക്ക് ഇട്ടുകൊടുക്കുക. ഇതൊക്കെ മനസ്സിലാകണോ? ഞങ്ങളെ തെരീക്കത്ത് ഇങ്ങോട്ട് കുടിക്കോ, ഞങ്ങളെ ശേഖരം ഇങ്ങോട്ട് പിടിച്ചോ. ഇൻസാൻ ഉദനാൻ, മനുഷ്യന്റെ രണ്ട് ചെവി, ലിസാനും വായുദിൻ. ഒരു നാവല്ലേ മനുഷ്യനുള്ള, രണ്ട് ചെവിയും ഒരു നാവ്. എന്താ കാരണം? എന്നെ മോരാട് ചോദിച്ചോക്കടോ, എന്റെ ഉസ്താദിനെ അറിയില്ല, അതെന്നെ അറിയില്ലായിരുന്നു. ഈ പത്തിക്കാട് പഠിച്ചിട്ടും നാളുടെ പഠിച്ചിട്ടും ഒന്നും കിട്ടൂല. മനുഷ്യന് രണ്ട് ചെവി ഒരു നാവ്. എന്തുകൊണ്ടാ? ക്ലാസ്സിന് കെട്ടുവാ, ക്ലാസ്സിന് വാ. എന്നിട്ട് പറയാം, ഇത് ബഹുമാനപ്പെട്ട 1000 വർഷം മുമ്പുണ്ടാക്കിയ കിതാബിൽ പറയാം, വലിമ സാറഫത്തിൽ ഇൻസാനി അലാ സുദ്രിഹി വഖദിൽ ബഹായിമി അലാ ബുതൂനിയ. മൃഗങ്ങൾക്കുള്ള മുലകളൊക്കെ അത് പള്ളമല്, മനുഷ്യരുടെ നെഞ്ചിലല്ലേ. അതെന്താ? എന്റെ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്ക്. ഇത് കള്ള തെരീക്കത്താരൊക്കെ ലക്ഷണം. അത് അറിയില്ല, അങ്ങോട്ട് പോര്, ഞങ്ങളടുത്ത് പോര്. വലിമസാറഫി കുല്ലു റകഅത്തിൻ റുകൂഅൻ വാഹിദ്. റുക്കൂ മാത്രമുള്ള നിസ്കാരത്തിലുള്ള റകഅത്തിന് സജദത്തൻ, 2 സുജൂദ. എന്താ രഹസ്യം? മൂലരോട് ചോദിച്ചു നോക്ക്. മൂലർക്ക് അറിയില്ല. അങ്ങോട്ട് വാ. ഇതിന്റെ കാരണം എന്താ അറിയോ? ഇൽമുഹ ഇന്ദ ഇമാമിന, ഞങ്ങളുടെ ശേഖന്റെ അടുത്ത് ഇങ്ങോട്ട് വാ. വഇൻദൽ മഅ്ദൂന ലഹു ഫി കശ്ഫി അസ്റാറിന, ഞങ്ങളുടെ ശേഖൻ സമ്മതം കൊടുത്ത ആളെടുത്തുണ്ട്, അങ്ങോട്ട് വാ എന്ന് പറയും. ഇങ്ങനെ പറ്റിച്ചിട്ട് ആളെ കൂട്ടലാണെന്ന് ഞാൻ പറഞ്ഞല്ല, 1000 വർഷങ്ങൾക്ക് മുമ്പ് ഇമാമിങ്ങൾ എഴുതി വെച്ചതാ. ഞാൻ പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് സാധാരണക്കാർ മനസ്സിലാക്കുക. ഇവര് ഷെയ്ഖെന്നും കുത്തുബെന്നും പറഞ്ഞ ഈ വ്യക്തിയെ കുറിച്ച് ഒരുപാട് എന്തൊക്കെ കൃത്യമായിട്ട് വേണം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ക്ലിപ്പുകൾ മുഴുവനും കിട്ടും. ഇത് ക്ലിപ്പ് വീരന്മാരാകലോ ക്ലിപ്പുണ്ടാക്കലൊന്നും അല്ല. അദ്ദേഹത്തിന്റെ പറഞ്ഞ ശബ്ദം ഇവിടെ രേഖയാക്കി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ അദ്ദേഹത്തിന് എന്താ പറയാം, ഞാൻ ദാളുദ പഠിക്കുമ്പോൾ ചെറുശ്ശേരി ഉസ്താദിനെ കുറ്റം പറഞ്ഞിനി, മറ്റേ ഉസ്താദ് ഇന്നെ ഞാൻ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി ചോദിച്ചു, ഈ റൂട്ടിൽ നേരെ അങ്ങ് പോയാൽ ചെറുശ്ശേരി ഉസ്താദിനടുത്ത് പോയിട്ട് ചോദിച്ചാൽ മതി. ഞാൻ പലപ്പോഴും കിട്ടാൻ ഉസ്താദിനടുത്ത് പോകും, പല ഇൽമുകൾ ഉസ്താദിനോട് ചോദിക്കും, മനസ്സിലാക്കും, സംശയം തീർക്കും. ഉസ്താദിനോട് പല ദിക്റും ഇജാസത്തും അഭേദ്യമായ സുദൃഢമായ ബന്ധമാണ്. ചോദിച്ചു നോക്കൂ. പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ ഉസ്താദിന്റെ ശൈലി എന്താ? ഉസ്താദിന് നല്ല പ്രതികരിക്കുന്ന ആളുകൾ വലിയ ഇഷ്ടമാണ്. ഉസ്താദ് ഒരു മസല പറഞ്ഞാൽ ഇങ്ങനെയുണ്ടല്ലോ ചോദിക്കുമ്പോൾ എതിർക്കലാ, അത് കുറ്റപ്പെടുത്തലാ. തിരിച്ച് നന്നായി കിട്ടാൻ വേണ്ടിയില്ല, അന്വേഷണ ബുദ്ധിയോടുകൂടെ ചോദിക്കുക. അതിനെക്കുറിച്ച് മജീദ് വന്നിട്ട് ഉദവി അബൂക്കർ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, ഏതോ ഉസ്താദ് അവന്റെ കിബുറോണ്ട് അങ്ങനെ പറഞ്ഞു. ദാറുദേ പോയി ചോദിച്ചു നോക്ക്. എന്നെ പഠിപ്പിച്ച മുഴുവൻ ഉസ്താദന്മാരോട് ചോദിച്ചു നോക്കൂ. പ്രിയപ്പെട്ട, അതൊക്കെ വെറുതെ വഞ്ചിതരായി പോകരുത്. ക്ലിപ്പുകളൊക്കെ എന്റെ കയ്യിലുണ്ട്, അതൊന്നും ഞാൻ ഇടുന്നില്ല, സമയം നീങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവര് പറയുന്നത് ഷെയ്ഖ് ഇങ്ങോട്ട് പൊട്ടനാക്കിയതാണ്. ഷെയ്ഖിന്റെ ഒരു ക്ലിപ്പുണ്ട്. എന്താ അറിയോ? ഷെയ്ഖിനോട് പറയുന്നുണ്ട്, അബൂക്കർ ഞാൻ വിളിച്ചോക്കെ ഈ റെക്കോർഡാക്കിയില്ലേ, ഇങ്ങോട്ട് വിളിക്കണ്ട, ക്ലിപ്പ് ഉണ്ടാക്കാനല്ല ഇങ്ങോട്ട് വിളിക്കണ്ട. അതോ വ്യാജ ക്ലിപ്പ് ഉണ്ടാക്കാനല്ലേ? ഇസ്മായിൽ ഉസ്താദ് കിടങ്ങി പറയുന്നുണ്ട്, അബൂക്കർ ഷെയ്ഖിന്റെ മുഴുവൻ റെക്കോർഡ് ചെയ്യുന്നുട്ടോ, പലിശപ്പണം എന്നോട് വേണമെന്ന് ഷെയ്ഖ് പറഞ്ഞത് എന്റെ മൊബൈലിൽ ഉണ്ട്, അത് SKSFിന്റെ പ്രവർത്തകർക്ക് കേൾപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ അതിന് നിൽക്കേണ്ട, ചീഞ്ഞ് നാറിപ്പോകും. ഞാൻ എന്തിനാ പറഞ്ഞത്? ഈ ഷെയ്ഖിനോട് ഞാൻ പറഞ്ഞു, ഒരു ഖലീൽ ഹാജി എന്ന് പറഞ്ഞാൽ ഒരു 1,00,000 റുപ്യ പലിശന്റെ പൈസ ഉണ്ട്, മഹാനെ വാണോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ തഖ്ദീസ് കണ്ട് വേറെ അങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്നപ്പോ അദ്ദേഹനോട് പൈസ വെച്ച് വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് പൈസ കൊടുക്കേണ്ട 1,00,000. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മുറാഖബയിൽ ചോദിച്ചു, മൊയ്തീൻ ഷെയ്ഖിനോടും ചോദിച്ചു, റസൂലിനോടും ചോദിച്ചു മുറാഖബയിൽ. അപ്പൊ ഊരിങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് ആ പലിശ. ഈ ക്ലിപ്പ് അബൂബക്കറെ ഈ റെക്കോർഡ് ചെയ്തത് പുറത്ത് കേൾപ്പിക്കുകയാണെങ്കിൽ ചീഞ്ഞ് നാളിപ്പോവും. ഉസ്താദ് പറഞ്ഞു, നമുക്ക് ആരോടൊരു വെറുപ്പുമില്ല, ദേശീയ വ്യക്തിപരമായിട്ട് ഒന്നുമില്ല. നിങ്ങൾ ചിന്തിക്കണം. ഈ മജീദിനെ കുറിച്ച് ഞാൻ കേൾപ്പിച്ചുതരാം. മജീദ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, എറണാകുളം ജില്ലയിലെ നജീബ് ഉസ്താദ് വന്ന് പ്രസംഗിച്ചു പോയല്ലോ, അതെന്തൊക്കെയാണെന്ന് ഇങ്ങോട്ട് കേൾപ്പിച്ചോ എന്നിട്ട് ചോദിക്കുന്നുണ്ട്. എന്തിനാ? അപ്പൊ അവർക്ക് ഞാൻ മുഴുവൻ ഇത് ഇങ്ങനത്തെ ക്ലിയറായി തോന്നൂല കേട്ടോ. അതുകൊണ്ടാണ് ഈ മജീദ് ഇങ്ങോട്ട് വിളിക്കുകയാണ്. എറണാകുളത്ത് നജീബ് മൗലവി പ്രസംഗിച്ചു പോയി, അദ്ദേഹം എന്തൊക്കെ പറഞ്ഞത് ഒന്ന് റെക്കോർഡാക്കി തരണം. ഞാൻ അദ്ദേഹത്തിന് എതിർക്കുന്ന ആളാണെന്നും തരീക്കത്തിന് എതിർക്കുന്ന ആളാണെന്നും അവർക്ക് ആദ്യം മനസ്സിലായിരുന്നു. പിന്നെ എന്നെ പൊട്ടനാക്കാന്നാ പറഞ്ഞത്. എന്നാ എന്തിനാ അവിടെ നജീബ് ഉസ്താദ് പ്രസംഗിച്ചു പോയതിന്റെ മുഴുവൻ രേഖ ഹാജരാക്കാനോട് പറഞ്ഞത്? അന്ന് അവർ മനസ്സിലാക്കിയെന്താ, ഞാൻ അവരെ കൂടെ കൂടാൻ പോകണം. 8 മാസം ഈ ഷെയ്ഖിന്റെ കൂടെ ഞാൻ പഠിക്കാൻ വേണ്ടി നടന്നു.
8 മാസം ഇയാളെ വീട്ടിൽ പലവട്ടം ചെന്നു. ഇയാൾക്ക് പലവട്ടം ഫോൺ വിളിച്ചു, അയാൾ എനിക്ക് ഫോൺ വിളിച്ചു. ഇസ്മായിൽ സാറിന്റെ വീട്ടിൽ പോയി. ഞാൻ വളബർ റഹീമോട് കേട്ട് മണിക്കൂറുകൾ ഇരുന്ന് സംസാരിച്ചു. ഞാൻ കരഞ്ഞവരോട് ചോദിച്ചിട്ടുണ്ട്, ഈ ഷെയ്ഖാകാനും കുത്തുബാകാനും എന്താണ് ഒരു തെളിവ് പരിസ്ഥിതി? ഞാൻ കാല് പിടിച്ചു ചോദിച്ചു, ഈ കടലിക്കൽ യൂസുഫ് ഷെയ്ഖാകാനും കുത്തുബാനും എന്താണ് തെളിവ്? എന്താണ് തെളിവ്? അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. നമ്മളിപ്പോ ഒരു പെണ്ണെട്ടാൻ കുറെ നടന്നിട്ട് യഥാർത്ഥ പെണ്ണിനെ കിട്ടണില്ല വെച്ചാൽ പെണ്ണെട്ടാക്കരാ. അപ്പൊ ഞാൻ ചോദിച്ചു, ഏതെങ്കിലും പിടിച്ച് കിട്ടും? അപ്പൊ ഏതെങ്കിലും പിടിച്ച് ഷെയ്ഖാക്കാനാണോ ചോദിച്ചു. ആ പുസ്തകം ഒന്നും മറുപടി കണ്ടില്ല. സഹോദരങ്ങളെ, മഹാന്മാരായ ആലിമീങ്ങളുമായിട്ട് ബന്ധപ്പെടണം, ത്വരീഖത്തിന്റെ മശായിഖന്മാരായിട്ട് ബന്ധപ്പെടണം. ഏത് ത്വരീഖത്തിന് സാധാരണക്കാർ വിമർശിക്കാൻ പോയത് അറിയാതെ അത് ആഖിബത്ത് മോശമാണ് കാര്യം. അതും പറഞ്ഞുതരാം. ഏതെങ്കിലും വലിയ മശായിഖന്മാർ, നമ്മുടെ നാട്ടിലൊക്കെ പല മശായിഖന്മാരും പല ഷെയ്ഖുമാരും പല ആലിമീങ്ങളും പല ആളുകൾ തസവുഫായിട്ട് വരും. അറിയാതെ ആലിമീങ്ങൾ പറഞ്ഞിരുന്നൊന്നും കേൾക്കാതെ എല്ലാത്തിനും എതിർക്കാൻ നിൽക്കരുത്. നമ്മുടെ ആഖിബത്ത് മോശമായി പോകും. ബഹുമാനപ്പെട്ട സൂഫിയാക്കൾ അക്ഷരം പറഞ്ഞു പോരുത്. ഇതങ്ങനെയുള്ള ഇത് പറഞ്ഞ ഒരു ചുക്കും വരൂല. കാരണം ഇത് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട സംഗതികളാണ്. ഒരുപാട് സംഗതികളുണ്ട്. ബഹുമാനപ്പെട്ട ഇവര് പറയണ്ടല്ലോ, പണ്ഡിതന്മാർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇവര് അനങ്ങാൻ പറയ ജാരസദ്ധികൾ എന്നാ. ബഹുമാനപ്പെട്ട ഈ റിഫായി ശൈഖ് പറയുന്നുണ്ട്, ആലിമീങ്ങളെ തെറി പറയരുത്, ഫുഖഹാക്കന്മാരെ കുറ്റം പറയരുത്. തരീഖത്തുകാരോടാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് പറയുന്നത്. അഹ്മദുൽ കബീർ റിഫായി ശൈഖ് അൽ ബുർഹാനുൽ മുഅയ്യിദിൽ പറയുന്നു, ആലിമീങ്ങളുടെയും പണ്ഡിതന്മാരുടെയും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ വിഷയങ്ങൾ ശരിക്കും ബഹുമാനിക്കണം. ഔലിയാക്കളെ ബഹുമാനിക്കുന്ന പോലെ, ഔലിയാക്കളെ ആദരിക്കുന്ന പോലെ ഉറപ്പായി ആത്മജ്ഞാനമുള്ള മഹാന്മാരായ ആത്മജ്ഞാനികളെ ബഹുമാനിക്കുന്ന പോലെ ശരീഅത്തിന്റെ പണ്ഡിതന്മാരെ ബഹുമാനിക്കണം. അത് ശരീഅത്തിലെ പണ്ഡിതന്മാരാണ്. നമ്മൾ തരീഖത്തിലെ പണ്ഡിതന്മാരാണെങ്കിൽ ഒക്കെ ഒന്ന് തന്നെയാണ്. ഈ ശരീഅത്തിന്റെ വാഹിറായ ഇൽമുകളൊക്കെ ലോകത്ത് എത്തിച്ചു കൊടുക്കുന്നത് ഇവരാണ്. അതുകൊണ്ട് അവരെ കളിയാക്കരുത്, അവരെ ബഹുമാനിക്കണം. ഇവരോ ആലിമീങ്ങളൊക്കെ ബ്രിട്ടീഷുകാരാണ്, ബ്രിട്ടീഷ് ചാരന്മാരാണ്, ഒക്കെ സ്വവർഗരതിക്കാരാണ്, കള്ളുകുടിയന്മാർ. എന്തൊക്കെ പറയും? ഇഫായിഷ് പറയുന്നു, ശരീഅത്തിന്റെ ആലിമീങ്ങളെ ഒരു നിലക്കും നീ ഒരക്ഷരം പറഞ്ഞു പോവരുത്. ഇനി കേട്ടോ, ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി നിങ്ങൾ പറയുന്ന ഏറ്റവും വലിയ തരീഖത്ത് അദ്ദേഹത്തിൻ്റെതല്ലേ? ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി പറയുകയാണ്, ഇത്തബിഉ ശുയൂഖൽ ഉലമാ ബിൽ കിതാബി വസുന്നത്തിൽ ആമിലീന ബിഹിമാ. എടോ സാധാ നീ ചിന്തിക്കണം, ത്വരീഖത്തുകാരെ മഹാന്മാരായ ആലിമീങ്ങളോട് ശരിക്കും അവരെ പിൻപറ്റണം. അവരെ കുറിച്ച് നല്ലതേ ചിന്തിക്കാൻ പാടുള്ളൂ, അവരെ കുറിച്ച് നല്ലതേ പറയാൻ പാടുള്ളൂ. അവരോട് നല്ല നിലക്ക് പെരുമാറണം. ഇവരോ ആലിമീങ്ങളൊക്കെ തള്ളുകയാണ്, ആലിമീങ്ങളൊക്കെ പറ്റങ്ങ് കുറ്റം പറയുകയാണ്. ഇതാണ് ഇവരെ ശൈലി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഒരു കാര്യം, നിങ്ങൾ ഈ കുറെ ലഘുലേഖയും മറ്റും വായിച്ച് മനസ്സിലാക്കൊന്നും വേണ്ട. ഒഴിവുണ്ടെങ്കിൽ ആളുകൾക്ക് പോവാ, ഈ ശൈഖിനെ മനസ്സിലാക്കുക. ഞാൻ അവസാനത്തെ ഒറ്റ പോയിന്റ് പറയുന്നു, ശൈഖിനെയോ തർബിയത്തിന്റെ വിഷയങ്ങളെയോ തരീഖത്തിൽ ഒന്നും എതിർക്കണില്ല. മശായിഖുമാർ അംഗീകരിക്കണം. ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഇജാസത്തിനൊക്കെ അമല് വാങ്ങണം. ബഹുമാനപ്പെട്ട മശായിഖുമാർ സുഹബത്ത് വേണം. ഇത്തരം കള്ളന്മാർ നിങ്ങളെ എറണാകുളം ജില്ലയിലെ 1000-ഓളം മുരീദിൽ ഒരു ശൈഖുണ്ട്. അദ്ദേഹത്തിന്റെ നിസ്കാരമല്ല, പിന്നെ വെറും അൻഫാസുള്ളൂ. അല്ലാഹു വലി അല്ലാഹു വലി അല്ലാഹു വലി ദിക്റുൽ അൻഫാസിൻ അല്ലാഹു വലി. ശ്വാസം വിടുമ്പോഴും അല്ലാഹ്, ഉള്ളിലേക്ക് വിടുമ്പോഴും പുറത്തേക്ക് വലിക്കുമ്പോഴും അല്ലാഹ്, ഒക്കെ ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിന് മുരീദന്മാർക്ക് അതേ ഉള്ളൂ, നിസ്കാരം ഇല്ലേ ഇല്ല. പൂക്കടശ്ശേരി റഹീം എന്ന് പറഞ്ഞ ശൈഖുണ്ട്. എറണാകുളത്തെ അടുത്തല കൗസരിയ കോളേജിലെ പനമ്പള്ളി മൊയ്തീൻ മുസ്ലിം വലിയ പണ്ഡിതനാണ്. ഈ തരീഖത്തിലാണ് കൂടി. പൂക്കടശ്ശേരിക്ക് പണി ഇപ്പോ പാലയിൽ, കോട്ടയം ജില്ലയിലെ പാലയിൽ റബ്ബർ വെട്ടാൻ പോലെ സ്വന്തം ഭാര്യമാരെ മുരീദന്മാർ വഖഫ് ചെയ്തു, പുറം തള്ളി. ഇങ്ങനെ എത്ര ശൈഖന്മാർ പല പരിസരത്തുണ്ട്. ഞാൻ പേര് രേഖപ്പെടുത്തില്ല. ഞാൻ അള്ളാനെ KSRTC ബസ്സിൽ നിന്ന് കണ്ടു എന്ന് പറഞ്ഞ ശൈഖന്മാരുണ്ടെന്ന് കേൾക്കുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, ഒരുപാട് ശൈഖന്മാർ അവിടെ ഇവിടെ പോയി പെടണ്ട. ആലിമീങ്ങൾ പറഞ്ഞ് കേൾക്കുക, മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ ആലുവ ത്വരീഖത്തിന്റെ മുരീദന്മാർ പരിസരങ്ങളൊക്കെ ഉണ്ട്. അവരെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ ബഹുമാനപ്പെട്ട സമസ്തന്റെ മദ്രസയുടെ സിലബസ് അല്ലേ? സമസ്ത ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ്. ഈമാൻ അകറ്റുന്നവരാന്ന് പറയുന്നത് ഈ മുരീദന്മാരെ മുഴുവൻ കുട്ടികളും പഠിപ്പിക്കുന്നത് സമസ്തന്റെ സിലബസ് അല്ലേ? എന്താ അവർക്ക് പറയാനുള്ളത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇനി ബഹുമാനപ്പെട്ട MT ദാരിമി ഉസ്താദ് ഉണ്ട്. ഇന്ന് ബഹുമാനപ്പെട്ട ഗഫൂർ അൻവരി ഉസ്താദ് ഇവിടെ കൃത്യമായിട്ട് മുഖാമുഖം നടത്തി അവസരം തന്നു. ഇനി ഞാൻ സ്നേഹത്തോടെ പറയുന്നു,
ഈ ഷെയ്ഖാണോ കുത്തുബാണോ തെർബീയത്തിന് അധികാരമുണ്ടോ അർഹതയുണ്ടോന്നല്ലേ? എവിടെ വെച്ചു ഞങ്ങൾ സ്നേഹത്തോടെ സംസാരിക്കാൻ തയ്യാറാണ്? നിങ്ങൾ 5 മിനിറ്റ്, ഞങ്ങൾ 5 മിനിറ്റ്, അങ്ങനെയൊന്നുമില്ല. നമ്മൾ സൗഹൃദപരമായി സംസാരിക്കാം. എവിടെയും കൂടാം. എല്ലാ ആഴ്ചയും 6 പേരുണ്ട്. ആരോടും വെറുപ്പില്ല. എന്നെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും ഇത് വിഷയമല്ല. അള്ളാഹു അവന്റെ പരിശുദ്ധമായ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും ഒക്കെ ഏൽപ്പിച്ച ദൗത്യം നമ്മളൊക്കെ ഏൽപ്പിക്കുമ്പോൾ, നമ്മൾ ഉസ്താദുമാരെ ഏൽപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെ വന്ന് ആരെന്തൊക്കെ പ്രസംഗിച്ചാലും ഞാൻ പറയുന്നു, ഇവിടെ ഈ കസേര വെച്ച് തിന്നു ഒന്നും ചെയ്യൂല. മോങ്ങത്ത് സമസ്തന്റെ നമ്മളെ സ്റ്റേജിൽ കയറിയിട്ട് വളരെ വഞ്ചന ചെന്ന് ഞാൻ നടത്തിയിട്ട് ഞാൻ മൈക്കിൽ കൂടെ പറഞ്ഞത് ഒന്നും ചെയ്യേണ്ട, അവരാണ് പോയിക്കോട്ടെ എന്നാ പറഞ്ഞത്. ഇവിടെ ഒന്നും ചെയ്യില്ല, ആരെങ്കിലും വരാം, എപ്പോഴും ബന്ധപ്പെടാം. ഇത് അവർ പറഞ്ഞ ലാസ്റ്റ് ഐഡിയ ആണ്. ഈ ഷെയ്ഖിനോട് ഞാൻ ചോദിച്ചു, ഈ ഷെയ്ഖിനോട് ഞാനേ തയമ്മുമിന്റെ മസ്തന ചോദിച്ചു. അയാൾക്ക് തയമ്മുമിൽ ഒരു മസ്തനെ അയാൾക്ക് അറിയില്ല. അയാൾക്ക് 2 ദർഗുണ്ട് ബോംബെയിൽ, നിന്നോട് പറഞ്ഞു. 2 ദർഗ ഭയങ്കര ഉറൂസ് നടക്കുന്നുണ്ട്, നല്ല വരുമാനമുണ്ട്. അതെങ്ങനെ അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ ദാത്തിയായ മഅയ്യത്തിനെ പറ്റി ചോദിച്ചു, ഒരു സുലൂക്കിന്റെ ഇൽമുകളെ ചർച്ചകളൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിന് അതൊന്നും അറിയില്ല. അദ്ദേഹം പിന്നെ എന്നോട് പറഞ്ഞു, ആ കുത്തുബ് വെക്കുമ്പോ, കുത്തുബ് ഓതുമ്പോ, വെള്ളിയാഴ്ച ജുമാക്ക് കുത്തുബ് ഓതുമ്പോ 1ാമത്തെ കുത്തുബ് കേൾക്കാൻ അകത്തെ പള്ളിയിലുള്ള ആളുകളും പുറത്തെ പള്ളിയിലുള്ള ആളുകളും 1ാമത്തെ കുത്തുബ് കേൾക്കാൻ 1ാമത്തെ അത്തഹിയ്യാത്ത് ഇരിക്കണ പോലെ ഇരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെയുണ്ട്? അതൊക്കെ ബുഖാരിയിലുണ്ടല്ലോ. എന്നോട് പറഞ്ഞേ, അതൊക്കെ ബുഖാരിയിലുണ്ടല്ലോ. പിന്നെ ഇവിടെ ഉള്ളത് ഹയാത്തുൽ മുഅ്മിനീൻ എന്ന കിതാബിലുണ്ട്. പിന്നെ ജുമാക്ക് കുത്തുബ കേൾക്കണം എന്നുണ്ടെങ്കിൽ വുളൂ വേണം. ഇദ്ദേഹത്തിന് ഒന്നും അറിയില്ല. പ്രിയപ്പെട്ട, നമ്മൾ അദ്ദേഹത്തെ ആക്ഷേപിക്കില്ല. കാരണം എന്താ പറയുക, അദ്ദേഹം ഷെയ്ഖാണോ കുത്തുബ എന്ന് പറയാം, ആ വ്യക്തിത്വത്തിൽ നോക്കിയാൽ മതില്ല, അത് മാത്രം പറയാം. ഒരു വലിയാണെന്ന് അറിയാൻ വലിയനെ പറ്റുള്ളൂ. വലിയ ഇല്ലൽ വലിയനെ അറിയുള്ളൂ. ഒരു യഥാർത്ഥ മഹാനായ വലിയ അറിയുള്ളൂ. ഒരു പൊട്ടനെ മനസ്സിലാക്കാൻ വലിയാകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സമയം ഒരുപാട് നീണ്ടുപോകും. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമു നൽകുമാറാവട്ടെ. യഥാർത്ഥ ത്വരീഖത്തുമായും യഥാർത്ഥ മശായിഖന്മാരുമായും അല്ലാഹു നമ്മെ ബന്ധിപ്പിക്കുമാറാവട്ടെ. ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.